പാകിസ്ഥാൻ പരാജയം സമ്മതിക്കുന്നത് തന്നെയാണ്. രണ്ടെന്നത് വെറും രണ്ട് നമ്പറല്ല, ഞങ്ങൾക്ക് വലിയ ആഘാതമാണ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയതാണ് ഈ തിരിച്ചടിയത്തെ. എന്നാണ് തുടങ്ങിയത്? പെഹൽഗാമിൽ വളരെ സമാധാനപൂർണ്ണമായി ജമ്മു കാശ്മീർ അത് ജീവിതം എന്തെന്ന് അറിഞ്ഞാസ്വദിച്ച് ആ ജനത തിരിച്ചു വരുമ്പോഴാണ് കോടിക്കണക്കിന് ആളുകൾ അവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിത്തുടങ്ങി. ആ സമൂഹം ഒന്നാകെ മനോഹരമായ ദിവസങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് പാകിസ്ഥാൻ 26 നിരപരാധികളെ അവിടെ വെടിയുതിർത്തു കൊന്നത്. മതത്തിന്റെ പേര് ചോദിച്ച് വെടിയുതിർത്തു കൊന്നത്. 15 ദിവസം ക്ഷമയോടെ നമ്മൾ കാത്തിരുന്നു. ഇന്ത്യ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചിരുന്നു. ഇന്ത്യ ഒന്നും ചെയ്യില്ല, ഈ നയതന്ത്ര തലത്തിലെ വരിഞ്ഞുമുറുക്കൽ കൊണ്ട് ഇന്ത്യ അവസാനിപ്പിച്ചോളുമെന്ന് പാകിസ്ഥാൻ കരുതിയെടുത്ത് ഇന്ത്യ മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ച് ഇന്ത്യ എന്തിനോ ഒരുങ്ങുന്നുവെന്ന് പ്രതീതി ജനിപ്പിച്ച ആ ഇടത്ത് ഇന്നലെ രാവിലെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കനത്ത മറുപടി നമ്മൾ നൽകിയതാണ്. ഭീകരരെ കൊന്നൊടുക്കി ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള വിഷവിത്തുകളെ, വിഷബീജങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കി വിട്ട ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾക്കിടെ അടിവേരിളക്കുന്ന ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. പക്ഷെ അപ്പോൾ പോലും പാകിസ്ഥാനിലെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവൻ നഷ്ടമാകരുതെന്ന് കണക്കൂട്ടി കൃത്യതയോടെയാണ് നമ്മൾ ആ ആക്രമണം നടപ്പാക്കിയത്. പിന്നീടും പാകിസ്ഥാൻ തുടർന്നുകൊണ്ടേയിരുന്നു. പൂഞ്ചിൽ സാധാരണക്കാരനെ വെടിയുതിർത്തു. 15-16 നിരപരാധികളെ അവർക്കൊന്നും നമ്മുടെ ഒരു സൈനികരെ വീരമൃത്യു വരിക്കേണ്ടി വന്നു. അതിനുള്ള മറുപടിയാണ് ഇന്ന് രാവിലെ ലാഹോറിലും റാവൽപിണ്ടിയിലും കട്വയിലും ഒക്കെ നമ്മൾ കൊടുത്തത്. പക്ഷേ പാകിസ്ഥാൻ അടങ്ങുന്നില്ല. എന്തിനോ വേണ്ടി പാകിസ്ഥാൻ ഇങ്ങനെ വീണ്ടും ഇന്ത്യയിലേക്ക് ആക്രമണത്തിന് ശ്രമം നടത്തുന്നു. ഡ്രോണുകൾ അയക്കുന്നു, നിലത്തടിച്ചിട്ടു, വിമാനങ്ങൾ അയക്കുന്നു. 3 വിമാനങ്ങൾ പാകിസ്ഥാന് വേണ്ടി അമേരിക്കയും ചൈനയും ഒക്കെ നിർമ്മിച്ചു കൊടുത്ത വിമാനം. അമേരിക്ക ഒരു കരാർ പാകിസ്ഥാനുമായി പങ്കുവച്ചിരുന്നു. ഇത് നിങ്ങൾ ഇന്ത്യയോട് ഒരിക്കലും ഉപയോഗിക്കരുത്, ഇന്ത്യ ഞങ്ങളുടെ സൗഹൃദ രാഷ്ട്രമാണ്, ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിന് വേണ്ടി മാത്രമേ F-16 ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഭീകരവാദം എവിടെ? ആ രാജ്യമേ ഒരു ഭീകരവാദത്തിന് ഈറ്റിലുമല്ലേ? ആ രാജ്യത്തെ സൈന്യവും സർക്കാരും ഒക്കെ ഭീകരവാദി സംഘടനകളെ പോലെയല്ലേ പ്രവർത്തിക്കുന്നത്? അയൽ രാജ്യത്തിന്റെ സമാധാനം കെടുത്താൻ, അവിടുത്തെ ജനതയുടെ സ്വസ്ഥതയെ നശിപ്പിക്കാൻ ഒരു ശ്രമിക്കുന്ന രാജ്യത്തെ ഭീകരവാദി രാഷ്ട്രമെന്നും തെമ്മാടി രാഷ്ട്രമെന്നും അല്ലാതെ എന്താണ് പറയുക? എന്നിട്ടാണ് ആ കരാറുകളെയൊക്കെ പുല്ലുവിലകൾ നൽകിക്കൊണ്ട് പാകിസ്ഥാൻ ദാവറത്തി F-16 വിമാനം നാളുകൾക്ക് മുമ്പ് പത്താൻകോട്ടിലെ ആക്രമണത്തിന് ശേഷം ഒന്ന് പറത്തി നോക്കിയതാണ്, നിലത്തിട്ട് അടിച്ചിട്ടു. അപ്പോൾ പറഞ്ഞു, അയ്യോ ഞങ്ങൾ F-16 പറത്തിയിട്ടില്ല, ഞങ്ങൾ മര്യാദ വിട്ടൊരു പരിപാടി ചെയ്യില്ല, കരാർ ലംഘനം ഞങ്ങൾ നടത്തില്ല എന്ന് സമ്മതിക്കാൻ കഴിയില്ല. നാണക്കേടാണ്. ആ നാണക്കേടിലേക്ക് വീണ്ടും കൂപ്പുത്തുകയാണ്. ചൈന നിർമ്മിച്ചു കൊടുത്ത 2 വിമാനങ്ങൾ തകർന്നുവെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു. ചൈനയുടെ പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് തകർന്ന് തരിപ്പണമായതെന്ന് നമ്മൾ കണ്ടതാണ്. 2ാം കിട വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാന് നൽകി. അല്ല, പാകിസ്ഥാൻ ഏത് വ്യോമ പ്രതിരോധ സംവിധാനം കിട്ടിയിട്ടും കാര്യമില്ല, അത് ഉപയോഗിക്കാൻ അറിയണം. ഇന്ത്യയുടെ സൈനികർ ഉപയോഗിക്കുന്ന ആത്മാഭിമാനത്തോടെയാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാതെ, ഒരു രാജ്യത്തെയും ജനതയുടെ സുരക്ഷതയെ ചോദ്യം ചെയ്യാതെ, ഇന്ത്യൻ ജനതയുടെ ഈ മണ്ണിന്റെ സുരക്ഷതയ്ക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു സൈന്യത്തിനും ആ സൈനികർക്കും ആത്മാഭിമാനമുണ്ട്, അർഹതയുണ്ട്. ഏത് ആയുധവും കൃത്യമായി ഉപയോഗിക്കാൻ പാകിസ്ഥാൻ എന്ത് അർഹതയാണ്? ഭീകരവാദികൾക്ക് വളമിട്ട് കൊടുക്കുന്ന ഒരു സർക്കാർ, ഭീകരവാദികൾക്ക് വളമിട്ട് കൊടുക്കുന്ന ഒരു സൈന്യം. നിങ്ങളിതാ പോയിക്കൊള്ളൂ, ആട്ടി വയ്ക്കുകയാണ് അവിടുത്തെ യുവാക്കളെ. വിദ്യാഭ്യാസവും ഒന്നുമില്ലാത്ത, കഞ്ഞി കുടിക്കാൻ ഇടയില്ലാത്ത യുവാക്കളെ മതത്തിൻ്റെയും മറ്റു പേരിൽ ഇന്ത്യക്കെതിരെ പോരാടാൻ ആട്ടിവിടുന്ന പാകിസ്ഥാന് എന്ത് അർഹതയാണ് ഇന്ത്യയോട്? യുദ്ധം ചെയ്യാൻ കാണിച്ചു കൊടുക്കേണ്ടി വരും ഇന്ത്യക്ക്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ കരുത്ത്, ഭാരത മഹാരാജ്യത്തിന്റെ കരുത്ത്. പി വസന്തും അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട്, RN ദർശൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. വസന്ത്, ഇന്ത്യ ഇനി അടങ്ങിയിരിക്കേണ്ടി വരില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് പാകിസ്ഥാന്റെ ഈ പ്രകോപനം, ഈ ചൊറിച്ചിൽ. ആ ചൊറിച്ചിലിന് മറുപടി കൊടുക്കുന്നു. ലാഹോറിലടക്കം ഇന്ത്യ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. ദിവിഷ്, ഇപ്പോൾ ലാഹോറിലും അതോടൊപ്പം സിയാൽകോട്ടിലും ഇന്ത്യ ആക്രമണം നടത്തുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. അതായത് തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. ലാഹോറിൽ ഇന്ന് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ തകർത്ത ഒരു സാഹചര്യത്തിലാണ്, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലാഹോറിൽ തന്നെ കയറിയുള്ള ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം നടക്കുന്നത്. സിയാൽകോട്ടിലും സമാനമായ സാഹചര്യമാണുള്ളത്. പക്ഷേ അതിനിടയിൽ പ്രതിരോധ മന്ത്രാലയം പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് 8 മിസൈലുകളാണ് ഇന്ത്യക്ക് നേരെ വന്നത്. 8 മിസൈലുകളും ഞങ്ങൾ തകർത്തിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാൻ ആർമി അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം പെരുമാറുന്നത് ഹമാസ് തീവ്രവാദികളെ പോലെയാണ്. ഹമാസ് ഭീകരാക്രമണത്തിൻ്റെ അതേ രൂപത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ആക്രമണവും നടക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. സിവിലിയൻ മേഖല കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നത്. അല്പസമയം മുമ്പ് മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ട്വീറ്റ് ചെയ്തത്, ജമ്മുവിൽ പല സ്ഥലത്തും ഈ ഡ്രോൺ അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുന്നു. സിവിലിയൻ മേഖലയ്ക്ക് മുകളിലാണ് ഇത്തരം ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. അത് ആർക്കും ആളപായം ഉണ്ടായിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് മെഹബൂബ മുഫ്തി പറഞ്ഞത്. ഇപ്പോൾ സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്, യാതൊരു വിധത്തിലുള്ള നാശനഷ്ടമോ ആൾനാശമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്,
പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു അവരുടെ 2 JF-17 വിമാനങ്ങൾ ആക്റ്റീവ് ഡ്യൂട്ടിക്കിടയിൽ നഷ്ടപ്പെട്ടു എന്ന് DGISPR ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് 2 ചൈനീസ് നിർമ്മിത പോർ വിമാനങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഞങ്ങളുടെ പല പട്ടാളക്കാരുടെയും ജീവഹാനി ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്, അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുമാണ് DGISPR പറഞ്ഞിരിക്കുന്നത്. ഈ F-16 വിമാനം തകർന്ന് വീണത് സംബന്ധിച്ചിട്ട് പാകിസ്ഥാൻ ഇപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് ജലന്ധറിന് മുകളിലാണ് തകർന്ന് വീണത് എന്നുള്ള അനൗദ്യോഗിക വിവരങ്ങൾ വരുന്നുണ്ട്. അതായത് ഇത് തകർന്ന് വീഴുന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പൈലറ്റിനെ പിടികൂടിയതായിട്ടുള്ള ചില സൂചനകളുണ്ട്. അതായത് പരിക്ക് പറ്റി എന്നാണ് പറയുന്നത്. എജക്റ്റ് ചെയ്ത പൈലറ്റ് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളൊക്കെ ഇനി സ്ഥിരീകരിക്കാനുള്ളതാണ്. ഇപ്പോൾ വരുന്നത് ചില അനൗദ്യോഗിക വിവരങ്ങളാണ്. എജക്റ്റ് ചെയ്ത പൈലറ്റിനെ പരിക്കുകളോടെ പിടികൂടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ജമ്മു, അതോടൊപ്പം തന്നെ ഉധംപൂർ തുടങ്ങിയ മേഖലകളിലും ഒക്കെ തന്നെ ഈ ആക്രമണം പാകിസ്ഥാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉധംപൂറിലെ നോർത്തേൺ കമാൻഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെയായിരുന്നു പാകിസ്ഥാൻ സൈന്യം ലക്ഷ്യമിട്ടത്. പക്ഷേ ആ ഡ്രോണുകൾ അപ്പോൾ തന്നെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ജലന്ധറിലും സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. ജമ്മുവിലെ വ്യോമസേന താവളമാണ് ലക്ഷ്യമിട്ടത്. പത്താൻകോട്ടിലും വ്യോമസേന താവളമാണ് ലക്ഷ്യമിട്ടത്. ഇപ്പോൾ വരുന്ന മറ്റൊരു വിവരം, പത്താൻകോട്ടിൽ വലിയ തോതിലുള്ള ആകാശ പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന പോർ വിമാനങ്ങൾ അവിടെ യുദ്ധത്തിലാണോ ഡോഗ് ഫൈറ്റിലാണോ എന്നുള്ളതാണ്. മറ്റൊരു വിവരം, സ്കാർഡു വ്യോമതാവളത്തിൽ നിന്ന്, അതായത് പാകിസ്ഥാൻ്റെ സ്കാർഡു വ്യോമതാവളത്തിൽ നിന്നും കൂടുതൽ F-16 വിമാനങ്ങൾ ഇന്ത്യ ലക്ഷ്യമിട്ട് പറന്നുയർന്നു എന്നുള്ള വിവരങ്ങൾ പാകിസ്ഥാനിൽ നിന്നും വരുന്നുണ്ട്. ഇന്ത്യയും സുസജ്ജമായി തന്നെ ഇവരെ നേരിടാൻ തയ്യാറായി തന്നെയാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങളാണുള്ളത്. ദിവിഷ്.